ശുദ്ധ കുമ്പസാരത്തിനൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുക. ഞാൻ പറഞ്ഞില്ലേ, സഭയുടെ ഏറ്റവും വലിയ ഭൂതോച്ചാരണ ശുശ്രൂഷയാണ് എന്ത്? വിശുദ്ധ കുമ്പസാരം. തിന്മയെ പുറത്താക്കി കളയേണ്ട സമയമാണത്. അവിടെ ചില സമയത്ത് പിശാച് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്നാണ് കുമ്പസാരം നീട്ടിവെക്കുക എന്നുള്ളത്. വിശുദ്ധരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ബുക്ക് ചെറുതാക്കി വെക്കണം എന്ന് പറയാം. പാപത്തിന്റെ ബുക്ക് ചെറുതായിരിക്കണം. ഒന്നുകൂടെ ഒന്ന് ഹൃദയത്തിലേക്ക് എടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പയുടെ അടുത്ത് ഒരു കൊച്ച് ആദ്യ കുർബാന സ്വീകരിച്ച ഒരു കൊച്ച് ഇങ്ങനെ പോയി ചോദിച്ചു, പാപ്പ ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണോ? സ്വീകരിച്ചോട്ടെ എന്ന് ചോദിച്ചു. മാർപ്പാപ്പ ഒരു കുഞ്ഞു പിള്ളേരുമായിട്ടുള്ള ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളോടുള്ള എന്തോ ഒരു ഓഡിയൻസ് ആണ്. ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണോ? പാപ്പ പറഞ്ഞു എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണം. കൊച്ച് വിട്ടില്ല. ബുദ്ധിമാനായ പാപ്പായെ കൊടുക്കാനാണെന്നല്ല, നിഷ്കളങ്കതയെ ചോദിച്ചു, എല്ലാ ദിവസവും ഞാൻ കുമ്പസാരിക്കണോ എന്ന് ചോദിച്ചു. പാപ്പ പറഞ്ഞു എല്ലാ ദിവസവും കുമ്പസാരിക്കണ്ട. കൊച്ചു പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പാപം ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. പാപ്പ മിണ്ടില്ല. കൊച്ചു പിന്നെയും ചോദിച്ചു, എല്ലാ ദിവസവും ഞാൻ കുർബാന സ്വീകരിച്ചോട്ടെ? ഇനി എന്നെ ഉത്തരം പറയും. അതായത് അയോഗ്യതയോടുകൂടി വിശുദ്ധ രഹസ്യങ്ങളെ സ്വീകരിക്കരുതെന്ന് പറയുന്നു. മാർപ്പാപ്പയാണ് ഇത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കും. അപ്പൊ പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായിരിക്കണം. പരിശുദ്ധാത്മാവിന് ആർഭാടമായിട്ട് ഓടി ഇറങ്ങി നടക്കുന്ന ഒരു പാപ്പയായിരുന്നതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞൊരു കാര്യമാണ്, നോട്ട് ഡെയിലി ബട്ട് റെഗുലർലി കുമ്പസാരിക്കണം. നോട്ട് ഡെയിലി ബട്ട് റെഗുലർലി. എല്ലാ ദിവസവും അല്ല കുമ്പസാരിക്കേണ്ടത്, കൂടെ കൂടെ കുമ്പസാരിക്കുക.